ഇടുക്കി കട്ടപ്പന ഇരട്ടക്കൊലപാതക കേസിൽ 2 ദിവസമായി നടത്തിയ തെരച്ചിലിലും നവജാത ശിശുവിന്റെ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല. ഇതോടെ പോലീസ് താൽക്കാലികമായി തെരച്ചിൽ അവസാനിപ്പിച്ചു. കഴിഞ്ഞ 2 ദിവസം മണിക്കൂറോളം കട്ടപ്പന സാഗര ജംഗ്ഷനിലെ വീടിന് സമീപത്തുള്ള തൊഴുത്തിന്റെ തറ കുഴിച്ചുള്ള പരിശോധന നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല. തുടർന്ന് ഇന്നലെ വൈകിട്ട് 4 മണിയോടെയാണ് പോലീസ് സംഘം വീണ്ടും എത്തി പരിശോധന ആരംഭിച്ചത്. 2016 നവജാത ശിശുവിനെ കൊലപ്പെടുത്തി കട്ടപ്പന സാഗര ജംഗ്ഷനിലെ വീടിന് സമീപത്തുള്ള തൊഴുത്തിൽ കുഴിച്ചുമൂടി എന്നായിരുന്നു പ്രതി നിതീഷിന്റെ മൊഴി. എന്നാൽ കഴിഞ്ഞ ദിവസം നിതീഷ് മൊഴി മാറ്റുകയും ചെയ്തു. മൃതദേഹം ഇവിടെ നിന്നും മാറ്റി കത്തിച്ചു എന്നായിരുന്നു നിതീഷിന്റെ മൊഴി. ഇതിനുശേഷം പോലീസ് സംഘം വിശദമായ ചോദ്യം ചെയ്യൽ നടത്തിയിരുന്നു. നിതീഷിനൊപ്പം പ്രതികളായ വിജയന്റെ മകൻ വിഷ്ണു, ഭാര്യ സുമ എന്നിവരെയും പോലീസ് ചോദ്യം ചെയ്തു. ഇതിനുശേഷമാണ് ഇന്നലെ 4 മണിയോടെ വീണ്ടും തറകുഴിച്ചുള്ള പരിശോധന പുനരാരംഭിച്ചത്. എന്നാൽ ഒന്നും കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല. ഇതോടെ പോലീസ് സംഘം തിരച്ചിൽ അവസാനിപ്പിച്ചു. പ്രതി നിതീഷ് മൊഴി മാറ്റുകയും മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്താൻ കഴിയാതെയും വന്നതോടെ പ്രതികളെ കൂടുതൽ വിശദമായ ചോദ്യം ചെയ്ത ശേഷമായിരിക്കും പോലീസ് മറ്റു പ്രതികളായ വിഷ്ണു, സുമ എന്നിവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തുക. ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.